നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല റിസോർട്ട് വീഡിയോസ്, സ്റ്റേക്കേഷൻ വീഡിയോസ് ഒന്നും വെറുതെ നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതല്ല. പല ഇൻഫ്ലുവൻസേഴ്സിനും ഹോട്ടൽസ് വെറുതെ സ്റ്റേ കൊടുക്കും, അല്ലെങ്കിൽ ഫ്രീ ഫുഡ്, ചിലപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് തന്നെ ഉണ്ടാവാം. ആ ക്രിയേറ്റേഴ്സിന് ഒരു ജോലിയുണ്ട്. എന്താണ്? കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർ അവിടെ താമസിച്ച് അവിടുത്തെ വീഡിയോസ് നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ആ ഹോട്ടലൊക്കെ നന്നായി കാണിക്കും, അവിടുത്തെ ഫുഡുകൾ നമ്മൾക്ക് വേണ്ടി വിവരിക്കും. ഇതിലൊരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ജോലി ചെയ്യുന്നു. പണ്ടൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങോട്ട് പോയി ചോദിക്കും, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഹോട്ടലിൻ്റെ വീഡിയോസൊക്കെ ഇടാം, നിങ്ങളെനിക്ക് ഫ്രീ ഫുഡ് തന്നാൽ മതി, അവിടെ താമസിക്കാനുള്ളൊരു സൗകര്യം തന്നാൽ മതി, ഈ ഹോട്ടലിനെ പറ്റിയിട്ടൊക്കെ വിവരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വരും, അല്ലെങ്കിൽ റിസോർട്ടിലേക്ക് വരും. ഇന്ന് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് ഹോട്ടൽസ് ചിലപ്പോൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെടും, നിങ്ങൾ ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യൂ. കാരണം ഇന്നത്തെ ലോകം സോഷ്യൽ മീഡിയയിലൂടെയാണ് പലതും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ പുറത്ത് നിന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും നമുക്ക് കൺട്രോളില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് അതാണ് റിയാലിറ്റി എന്ന് കരുതുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും. ആ ഒരു ഇൻഫ്ലുവൻസർ അയാളുടെ വർക്ക് ചെയ്യുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് കണ്ട് നമ്മളുടെ ജീവിതം കമ്പയർ ചെയ്യാണ്. രണ്ടും ഒരുപോലെയല്ല. ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നൊരു ബോധത്തോടെ, എന്ന അവയർനെസ്സോടെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാവും, അല്ലേ? പക്ഷേ പല ആൾക്കാരും പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഇത്തരം വീഡിയോസും പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് കാണിക്കുക. അവർ നോർമലായിട്ട് അവരുടെ സ്റ്റേക്കേഷന് പോകുന്നു, ഇത്തരം റിസോർട്ട്സിൽ പോകുന്നു എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ പല വീഡിയോസും പ്രസൻറ്റ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ പോയിട്ട് അവരും വീഡിയോസ് എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യണം. ഇതൊക്കെ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. പക്ഷെ പല ക്രിയേറ്റേഴ്സിൻ്റെയും ബിസിനസ് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിനു വേണ്ടി നമ്മൾ പണം ചിലവാക്കുകയും ചെയ്യുന്നു. പണം ചിലവാക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല, പണം ചിലവാക്കാൻ കൂടി ഉള്ളതാണ്. സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമല്ലല്ലോ, നമ്മൾക്ക് പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണം സ്പെൻഡ് ചെയ്യണം. പക്ഷെ നമ്മൾ എന്തിനോ വേണ്ടി പണം സ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ശരിക്കും റിസോർട്ട്സിൽ പോകുന്നത് അല്ലെങ്കിൽ സ്റ്റേക്കേഷന് പോകുന്നതൊക്കെ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പല കുടുംബങ്ങളിലും സ്റ്റേക്കേഷന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൂളിൽ കുറച്ച് ഫോട്ടോസ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് ഫോട്ടോസ്, അതിൻ്റെ വീഡിയോസ്, മാച്ചിങ് ഡ്രസ്സ്, സെൽഫി ഫോട്ടോസ്, സ്റ്റോറീസ്, റീൽസ്, ഇതൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞാലോ ഹസ്ബൻഡ് ഫോണിൽ നോക്കിയിട്ടിരിക്കുന്നുണ്ടാവും, കുട്ടികൾ ഐപാഡിൽ നോക്കിയിട്ടിരിക്കുന്നുണ്ടാവും, അമ്മ ഈ ഫോണിൽ റീൽസും സ്റ്റോറീസും ഒക്കെ ഷെയർ ചെയ്ത് അതിൻ്റെ കമൻസ് ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും. ശരിക്കും അവിടെ ക്വാളിറ്റി ടൈം ഉണ്ടായോ, അതോ ലൊക്കേഷൻ മാത്രം ജസ്റ്റ് മാറിയതാണോ? വീട്ടിലുള്ളപ്പോഴും ഇങ്ങനെ തന്നെ, റിസോർട്ട് പോയപ്പോഴും എല്ലാവരും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, ഫോണിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് മാത്രം മാറി, അല്ലേ? കുറച്ച് എക്സ്പെൻസീവ് ബാക്ക്ഗ്രൗണ്ടായി. വേറെ എന്ത് വ്യത്യാസമാണ് അവിടെ വന്നിട്ടുള്ളത്? നമ്മൾ എവിടെയാണ് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്? ശരിക്കും ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശരിക്കും നമ്മൾക്കൊരു 5 സ്റ്റാർ ഹോട്ടൽ വേണോ? നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് 2 മണിക്കൂർ നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഫോൺ മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരു സിനിമ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടികളോടൊപ്പം ഒരു ബോർഡ് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടോ? കിച്ചണിൽ പോയി ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്വാളിറ്റി ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ക്വാളിറ്റി ടൈം എത്രയോ പണം കൊടുത്ത് സ്റ്റേക്കേഷനിലൂടെയും റിസോർട്ട് ബുക്കിങ്ങിലൂടെയും വാങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ക്വാളിറ്റി ടൈം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എഫേർട്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി ടൈം. പല കപ്പിൾസും പറയും, നമ്മൾ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി സ്റ്റേക്കേഷന് പോയി. ഈ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി സ്റ്റേക്കേഷന് പോയ ആൾക്കാർ എങ്ങനെയാണ് സ്റ്റോറീസും റീൽസും എടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്? ഞങ്ങളിതാ ഇവിടെ പോയി, ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇതിനൊക്കെ സമയം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോയ ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തത് മറ്റുള്ളവരെ കാണിക്കണം. മറ്റുള്ളവരാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്? അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്? വീട്ടിൽ 2 പേർക്ക് ഒന്നിച്ച് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റേക്കേഷനിൽ പോയാൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആൾക്കാർ ഒരു റിസോർട്ടിൽ പോയിട്ട് ഒരു സീ വ്യൂ കാണുമ്പം എങ്ങനെയാണ് അവരുടെ ജീവിതം മാറുന്നത്? റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റി പൂള് കൊണ്ട് അത് റിപ്പയർ ആവുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ലൊക്കേഷൻ മാറുമ്പോഴല്ല, നമ്മളുടെ കോൺവേഴ്സേഷൻ മാറുമ്പോൾ, നമ്മളുടെ അറ്റൻഷൻ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് നല്ല രീതിയിൽ വരുമ്പോഴാണ് അവിടെ ക്വാളിറ്റി ടൈം ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് റൂമല്ല. ഇന്നത്തെ കാലത്ത് ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് ഒരു സൈഡിൽ വെച്ചിട്ട് നമ്മളുടെ പാർട്ട്ണറെ ശ്രദ്ധയോടെ കേൾക്കുന്നത്, നമ്മളുടെ കുട്ടികളോടൊപ്പം ചിരിക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നത്, ഒരു സൺസെറ്റ് ഫോട്ടോ എടുക്കാണ്ട് നോക്കി നിൽക്കാൻ പറ്റുന്നത്, ഇതൊക്കെയല്ലേ ലക്ഷറി? ലക്ഷറി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യം ഇന്നത്തെ കാലത്ത് എന്താണ്? വെറുതെ ഇരിക്കാൻ പറ്റുന്നത്.
സൈലൻസിലിരിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെ പറ്റുന്നുണ്ട്? ആരും നമ്മളെ പറ്റി അറിയണ്ട, ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും പോസ്റ്റ് ചെയ്യണ്ട. ഒരു സ്റ്റേക്കേഷന് നമ്മൾ പോവാണ്, നമ്മൾ ഡിസൈഡ് ചെയ്യാണ് നമ്മൾ റീൽസ് എടുക്കില്ല, സ്റ്റോറീസ് എടുക്കില്ല, ഒന്നും എടുക്കില്ല, അവിടെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് പോവാണ്. അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് സ്റ്റേക്കേഷൻ റിസോർട്ടിന് പോകുമ്പോൾ, ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്, ഓക്കെ. പക്ഷെ നമ്മൾ ഉള്ളിലെ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുറത്തോട്ടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ നമ്മളെ പലരെയും കൺവിൻസ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. നിങ്ങൾ ഈ റിസോർട്ടിൽ പോയി സ്റ്റേക്കേഷനിൽ പോയി നിന്നാലേ നിങ്ങളുടെ ജീവിതം പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു തോന്നിപ്പിക്കൽ സോഷ്യൽ മീഡിയ തോന്നിപ്പിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ വീടുണ്ടെങ്കിലേ നിങ്ങളുടെ ലൈഫ് സമ്പൂർണ്ണമാവുള്ളൂ. ഉള്ള വീടിനെ നിങ്ങൾക്ക് മനോഹരമാക്കി വെക്കാൻ പറ്റുന്നുണ്ടോ? അത് ആദ്യം ചിന്തിക്കൂ. സത്യം പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് ആണ്, ബ്യൂട്ടിഫുൾ കോൺവെർസേഷനാണ്, ബ്യൂട്ടിഫുൾ പീസാണ്, മനസ്സമാധാനം. ആ മനസ്സമാധാനം റിസോർട്ടിലും കിട്ടാം, വീട്ടിലും കിട്ടാം, എവിടെ പോയാലും കിട്ടണം. ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്, പുറത്തല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്റ്റേക്കേഷൻ റിസോർട്ടിനും വേണ്ടി പണം കളയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എംപ്റ്റിനെസ്സിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ്. ചില സമയം നമ്മളുടെ ഉത്തരം സ്റ്റേക്കേഷൻ ആയിരിക്കില്ല, നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ സ്റ്റേക്കേഷൻ ആയിരിക്കില്ല, സെൽഫ് വർക്ക് ആയിരിക്കും. ഒരു കപ്പിള് റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ വേണ്ടി സ്റ്റേക്കേഷന് പോയി കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പം അത്തരം റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ ഫീലിങ്സിനെ മാനിക്കാണ്ടിരിക്കുന്നില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റേക്കേഷന് പോകുന്നതിനേക്കാളും നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതാണ് നല്ലത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സോഷ്യൽ മീഡിയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സന്തോഷം എങ്ങനെ ആയിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യാണ്. ലക്ഷറി റിസോർട്ടുകൾ, മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റുകൾ, പെർഫെക്റ്റ് ഫാമിലി ഫോട്ടോസ്, ഇതൊക്കെയാണ് സന്തോഷത്തിൻ്റെ അളവുകോൽ എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ സാധാരണ ജീവിതം പോലും പോരാ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. കാരണം ഇൻസ്റ്റാഗ്രാം നമ്മളെ കാണിച്ചിരുന്നത് സന്തോഷം എങ്ങനെ അനുഭവിക്കാം എന്നതിനേക്കാൾ ഉപരി സന്തോഷം എങ്ങനെ ആയിരിക്കണം എന്നതാണ്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, സ്റ്റേക്കേഷന് പോകുമ്പോൾ നിങ്ങൾ അവിടെ വിശ്രമിക്കാനാണോ പോകുന്നത്, അതോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണോ? ശരിക്കും ചിലപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് സ്റ്റേക്കേഷന് പോകുന്നത് വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് മറ്റുള്ളവരെ കാണിക്കുകയാണ് ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരാവാം, നിങ്ങളെ പുച്ഛിച്ച ആൾക്കാരാവാം, അവരൊക്കെ നിങ്ങൾക്ക് കാണിക്കണം ഞാൻ ഹാപ്പിയാണെന്ന്. എന്തിന് കാണിക്കണം? വൈ? അത് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർ സന്തോഷം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിച്ചിട്ട് അവരങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും. അതിനുവേണ്ടിയും ഇങ്ങനെ പോയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു സ്ഥലത്ത് പോയി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി മറ്റുള്ളവർ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന രീതിയിൽ ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല, നിങ്ങളുടെ ഇൻറ്റൻഷനാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഇത് കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള സ്റ്റാറ്റസ് ഇടുന്നു, അവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ വേറെയാണ്. നിങ്ങൾ ഹാപ്പിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നത് അത് വേറെ ഇൻറ്റൻഷൻ. ഞാൻ ഹാപ്പിയാണെന്ന് മറ്റുള്ളവരെ കണ്ടിട്ട് അവർ അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തെ അതിനു വേണ്ടി ഇടുന്നത് വേറെ ഇൻറ്റൻഷൻ. സോ എവിടെ പോയാലും നമ്മുടെ മനസ്സ് ശാന്തമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അതോ വെറും കാട്ടിക്കൂട്ടലുകളാണോ, അതോ മറ്റുള്ള ഏതെങ്കിലും ആൾക്കാരെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്നത് ആ റിസോർട്ടിൻ്റെ പേരോ കാര്യങ്ങളൊന്നുമല്ല, അവർ ചിരിച്ചുകൊണ്ട് ചിലവഴിച്ച നിമിഷങ്ങളാണ്. ഒരു ഭാര്യയ്ക്ക് ഓർമ്മയിലുണ്ടാവുക ഈ ഇൻഫിനിറ്റി പൂളോ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നുമല്ല, ഭർത്താവ് ഫോണൊക്കെ മാറ്റി വെച്ച് അവളെ ശ്രദ്ധിച്ച് കേട്ട് നിന്ന നിമിഷങ്ങളായിരിക്കാം. അതേപോലെ ഒരു ഭർത്താവിന് ഓർമ്മയിൽ നിൽക്കുന്നതോ അവിടുത്തെ ഫുഡോ ഹോസ്പിറ്റാലിറ്റി ഒന്നും ആയിരിക്കില്ല, അയാളുടെ കുടുംബത്തോടൊപ്പം ചിരിച്ച് കളിച്ച ആ ഒരു ഈവനിങ് ആയിരിക്കും. ബന്ധങ്ങൾ എപ്പോഴും മനോഹരമാക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലമല്ല, നമ്മളുടെയൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു പ്രസൻസ് ആ റിലേഷൻഷിപ്പിലുള്ളപ്പോഴാണ്. അപ്പോൾ ഇന്ന് തൊട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങാം, ബിൽഡ് യുവർ സെൽഫ്, ബിൽഡ് യുവർ റിലേഷൻഷിപ്സ്. ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതൊക്കെ റിയാലിറ്റി ആണെന്ന് വിശ്വസിക്കരുത്. ആൻഡ് നമ്മളുടെ ബ്രെയിൻ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, അതെപ്പോഴും ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം, അത് മനസ്സിലാക്കണം, അവിടെ അവയർനെസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ സ്റ്റേക്കേഷൻ അനുഭവങ്ങൾ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സ്റ്റേക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ പോകണം, പല മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നിൽക്കണം. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക, മറ്റുള്ളവരുടെ പോസ്റ്റ് കണ്ടിട്ട് അവിടെ പോയാൽ മാത്രം എനിക്ക് സന്തോഷം കിട്ടും എന്ന് തെറ്റിദ്ധരിക്കരുത്.
നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷനും അത് മാജിക് പോലെ മാറ്റാൻ പോകുന്നില്ല. സ്റ്റേക്കേഷൻ ഒരു നല്ല എക്സ്പീരിയൻസ് ആകാം, ഉള്ളിലുള്ളതിനെ കുറച്ച് നേരത്തേക്ക് മറക്കാൻ സഹായിച്ചേക്കാം, പക്ഷെ അത് കംപ്ലീറ്റ്ലി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന ബ്യൂട്ടിഫുൾ വീഡിയോസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നതിന് പകരം ബോധത്തോടെ കാണാൻ പഠിക്കുക. അവർക്കതൊരു കണ്ടന്റും ബിസിനസ്സും ആയിരിക്കാം, നിങ്ങൾക്കതൊരു എക്സ്പെൻസാണ്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ഇൻസ്പിറേഷൻ ആകട്ടെ, പ്രഷർ ആവരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.